പാർക്കുട്ടി, കേശേട്ടൻ അവിടെ? കേശേട്ടൻ അവിടെ അല്ലെങ്കിൽ വേണ്ട. ചേച്ചി ഇപ്പൊ അങ്ങോട്ട് പോവണ്ട. എങ്ങോട്ട് പോണ്ടെന്ന്? അങ്ങോട്ട്. എങ്ങോട്ട്? അങ്ങോട്ട്. എങ്ങോട്ടെന്ന് പറവാറു? പുറത്ത്. പുറത്തെന്താ പോയാല്? ഒന്നുമില്ല. പിന്നെ? പിന്നെ ഒന്നുമില്ലെന്ന്. പാർക്കുട്ടാ, ചേച്ചിയോട് പറ, എന്താ പുറത്ത്? പുറത്ത് കേശേട്ടനെ കൃഷ്ണന്റെ വേഷത്തിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ആരെടുക്കുന്നു? ഹരിത ചേച്ചി. എവിടെ? അങ്ങ് പുറത്ത്. ചേച്ചി ഇപ്പൊ അങ്ങനെ പോവണ്ട. അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ ഒന്ന് കഴിയട്ടെ. ചേച്ചി ഇപ്പൊ പോയി കഴിഞ്ഞാ അത് മൊത്തം കുളവാക്കും. ഒന്ന് പോയി. ഹലോ മെർലിൻ മോൺട്രോ, അതെന്താണ് ഇങ്ങോട്ടേക്കാ? ഞാൻ ഒന്ന് അവിടെ വരെ പോയിട്ട് വരാം. എവിടെ വരെ? പുറത്ത്, ബാക്കില്. എടാ നമുക്ക് മോളോട്ടിരിക്കാം. എന്താ വാ. ആ ഇരിക്കാലോ, ഇപ്പൊ പോയിട്ട് വന്നിട്ട് ഇരിക്കാം. ഓക്കെ? എടോ തനിക്ക് ഇപ്പോഴും എന്റെ അടുത്ത് വഴക്കുണ്ടോ? എനിക്ക് തന്നോട് പഴയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ചൊരു ചില്ലൊക്കെ ചെയ്തിരിക്കാടോ. ആ ശിവ പോയിക്കോ, ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പൊ എത്തിയേക്കാം. പറേ എന്താണ് വല്ലാത്തൊരു വെപ്രാളം മെർലിൻ ചേച്ചിക്ക്? അതില്ലേ ചേച്ചി, കേശു ചേട്ടനെ ഹരിത ചേച്ചി ഫോട്ടോ എടുക്കുന്നവരെ ഞാൻ പറഞ്ഞു. അതുകൊണ്ടുള്ള വെപ്രാളമാ. അയ്യോ, അതുകൊണ്ടുള്ള വെപ്രാളമായിരുന്നോ? എടോ അവര് ഫോട്ടോ എടുക്കട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, തന്റെ വിഷമം മാറാനായിട്ട് നമുക്ക് 2 സെൽഫി എടുക്കാം. നമുക്ക് എടുക്കാം. ശിവ നിക്ക്, ഒരു 5 മിനിറ്റ്, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. ആ ഫോട്ടോ എടുത്തിട്ട് പോ. എടാ ഫോട്ടോ എടുക്കാൻ 5 മിനിറ്റ്, ഞാനൊന്ന് പോയിട്ട് ഇപ്പൊ വരാം. ഓക്കെ? പോവേണ്ടേ ചേച്ചി? ഇപ്പൊ വരാൻ പാറു. ஹலோ, எல்லாரும் இங்க நிக்கிறீங்களா? ஹெல்ப் பண்ண வந்தேன்னா சீக்கிரம் சദ്യ சாப்பிடலாம். പിന്നെന്താ, അതെ മെർലിനൊക്കെ നിക്കുവല്ലേ. മെർലിനാണെങ്കിൽ രാവിലെ തന്നെ വർക്ക് മൂഡിലാണല്ലേടാ. മെർലിൻ ചേച്ചി സദ്യ ഉണ്ടാക്കാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? വെറുതെ നോക്കി നിൽക്കും, വേറെന്ത് ചെയ്യാന്. ആന്റി, ലെറ്റ്സ് ഗെറ്റ് ടു ദി മാറ്റർ. അപ്പൊ എങ്ങനെയാണ്, തട്ടിക്കൂട്ട് സദ്യയാണോ അതോ വിഭവസമൃദ്ധമായ ഫുൾ സദ്യയാണോ? ஃபுல் சத்யா. சிவா, மாம்பழம் எல்லாம் கிடைச்சிருக்கு, அத வச்சு புளிശ്ശേരി எல்லாம் ഉണ്ടാக்குறாங்க. മാമ്പഴ പുളിശ്ശേരിയാ? ஆமா. അടേങ്കപ്പ പ്രമാദം. വാ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. വാടാ. ആ വരും, പൊക്കോ. കേശു ഒന്ന് പല്ല് കെട്ടിട്ടൊന്ന് ശരിക്കും. അത്രയ്ക്ക് വേണ്ട, കുറച്ച് കുറയ്ക്കും. ഇനി ആ മരത്തില് ചാരി മരത്തില? ആ ഇങ്ങോട്ട് നോക്ക്. ഓടക്കോഴിലൊന്ന് കുറച്ച് നേരെ ഒന്ന് ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ചിരിക്ക്, നേരെ ചിരിക്ക്. ഇതാണോ ഉദ്ദേശിച്ചേ? അല്ല, ഒന്നിങ്ങോട്ട് സാധാ പോലെ നിക്ക്. കേശു, ഈ ബാക്ക്ഗ്രൗണ്ട് അത്രയ്ക്ക് പോരാ, നമുക്ക് കുറച്ച് അങ്ങോട്ട് എടുത്തിട്ട് എടുക്കാം. അങ്ങോട്ട് മറിച്ചെടുക്കാം. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ കേട്ടോ. അതൊരു രസമല്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ച് സെൽഫി എടുക്കാം. എന്താ കേശു കാണിക്കണേ? നേരെ നേരെ കേശു, നിന്നെ എവിടെയൊക്കെ നോക്കി? നീ ഇവിടെ നിക്ക? ഞാൻ മെർലിനെ എവിടെയൊക്കെ നോക്കി. മെർലിൻ ഇവിടെ നിൽക്കുക അല്ല, ഇങ്ങോട്ട് വരിക. നീ പുറകിലുണ്ടെന്ന് പറഞ്ഞ അവിടെ പോയി നോക്കി. അപ്പർ സൈഡിലുണ്ടെന്ന് വിചാരിച്ച അവിടെ പോയി നോക്കി, അവിടെ ഇല്ല. നമ്മളിപ്പോ പുറകിലല്ലായിരുന്നു ആരുതാ. നമ്മൾ എന്നിട്ട് അവിടുന്ന് അപ്പുറത്തെ സൈഡിൽ പോയി. ഇതിന് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്ന്. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോ മെർലിൻ അപ്പുറത്തെ സൈഡിൽ, നമ്മൾ പുറകെ വന്നപ്പോ മെർലിൻ ഫ്രണ്ടിൽ. അങ്ങനെ നമ്മൾ ഒളിച്ചു കളിക്കായിരുന്നു. ഒളിച്ചു കളിക്കുന്നോന്നോ? കേശു എന്തൊക്കെയാ പറയണേ? കേശു, നമുക്കൊരു 5 ഫോട്ടോസ് എടുക്കാം. 5 ഫോട്ടോയാ? എന്തിനി? അതിന്റെ ഒരു 5 ഫ്രണ്ട്സിനെ അയച്ചെടുക്കാൻ. ഒരു ഫോട്ടോ എടുത്തിട്ട് 5 ഫ്രണ്ട്സിന് അയച്ചു കൊടുത്താ പോയി. ഓരോരുത്തർക്ക് ഓരോന്ന് അയക്കല്ലേ, ഇതെടുത്തൊന്നും രസമല്ല. അതല്ലേ ത്രില്ല്. ഇപ്പൊ തന്നെ കൊറേ എടുത്ത് കാണുമല്ലോ. ഒരുപാട് എടുത്തു. കേശു, നമ്മളെടുത്ത ഫോട്ടോസ് ഒന്ന് കാണിച്ചെടുക്കട്ടെ. എടാ കേശു, നീ വേഷം ഒന്ന് അഴിച്ചു വെക്കണല്ലേ? ഇല്ല, നീ ഇങ്ങനെ തന്നെ അങ്ങ് ജീവിക്കാന്ന് വിചാരിച്ചു. ഭഗവാന്റെ വേഷം കെട്ടി ജീവിക്കുന്നതിന് വലിയ ഭാഗ്യം വേറെ. നിങ്ങളെ അമ്മൂമ്മ വിളിക്കുന്നുണ്ട്, സദ്യ ഉണ്ടാക്കാൻ സഹായിക്കാൻ. അയ്യോ, ഞാനത് മറന്നുപോയി. വരാമേ പാറു.
കേശു നമുക്ക് ഒരു സെൽഫി എടുക്കാം എന്നിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ. അതെ ഇത് കൊറേ നേരം ആയല്ലോ, ഇനി മതി പോയേ, ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. ആ എന്ത് വർത്താനം മെർലിൻ, ഞാൻ കേശുവിന്റെ പഴയ ഫ്രണ്ടാണ്. അതിന് അപ്പൊ എനിക്ക് സീനിയോറിറ്റി കൂടുതലാണ്. സീനിയോറിറ്റി? എന്ത് സീനിയോറിറ്റി? എന്ത്? ഞാൻ എടുക്കും. വീട്ടിൽ പോച്ചേ, ഞാൻ എടുത്തിട്ട് നീ എടുത്താ മതി. ആരെല്ലാം എടുക്കണുണ്ടോ ഫോട്ടോ? ചേട്ടാ, ചേട്ടന്റെ കൂടെ ഹരിത ചേച്ചി നിൽക്കുമ്പോഴേ ഹരിത ചേച്ചിയെ കാണാൻ കൃഷ്ണന്റെ കൂടെ ഗോപിമാര് നിൽക്കുന്ന പോലെ ഉണ്ട്. ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി നിക്കാൻ. അല്ല പാറു, നീ ഗോപികനെ മുന്നേ കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്, ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അല്ല കേശു, നീ ഇത് അഴിച്ചു വെക്കണല്ലേ? ഈ കളറൊന്നും പോവില്ല, കുറച്ചു നേരം കഴിയുമ്പോ ലാസ്റ്റ് ചൊറിച്ചിൽ വരെ വരും. കേശു നീ വന്നേ, നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. അതെങ്ങനെ ശരിയാവും? കേശു നമുക്ക് ഫോട്ടോസ് എടുക്കാം. നിങ്ങൾ കുറെ എടുത്താലേ ഇനി ഞങ്ങൾ എടുക്കട്ടെ. ഞങ്ങൾ എടുത്തൊന്നും ശരിയായിട്ടില്ല. അത്രയൊക്കെ മതി, അത്രയൊക്കെ ശരിയാ. ഭഗവാന്റെ വെച്ചോണ്ട് കെട്ടിയേക്കണ അതിന്റെ വിലയിൽ എന്താ? കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.